സകലത്തെയും പുതുതാക്കുന്ന ദൈവകരുണയുടെ കാവലിൽ നമ്മെ ഫലമേൽപ്പിച്ച് തന്മയിലേക്ക് എന്ന ഈ വേദപുസ്തക കൂട്ടായ്മ പുതിയ ശക്തിയും പുതിയ ആർജവവും കൈവരിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിന് ഇരിക്കുക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ച തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചുകൊള്ളുക എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? ഔവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനം ഇല്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവിൻ. കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വലിയൊരു ഉപദേശമാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം. ദൈവം നമ്മെ സൃഷ്ടിച്ചത് സൽപ്രവൃത്തികൾക്കായിട്ടാണ്. നാം ചെയ്തു പോരേണ്ടതിനായിട്ട് ആ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തന്നു. അവയൊക്കെയും ചെയ്ത ശേഷം നാം ദൈവത്തിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നാം എന്തോ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്നോ ദൈവം നമ്മെ വളരെയധികം മാനിക്കുന്നെന്നോ ഒന്നും നാം വിചാരിക്കുവാനുള്ള അവകാശം നമുക്കില്ല. നമ്മുടെ സ്ഥാനം വെറും ദാസൻ്റെ സ്ഥാനമാണ്. ദാസന് സ്വാതന്ത്ര്യമില്ല. എന്ത് ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. ദാസൻ്റെ ഇഷ്ടത്തിന് ഒരു ജോലിയും ചെയ്യുവാൻ കഴിയത്തുമില്ല. യജമാനൻ എന്ത് കൽപ്പിക്കുന്നുവോ അതുമാത്രം ആ യജമാനൻ പറയുന്ന രീതിയിൽ ചെയ്തു തീർക്കുവാൻ മാത്രമേ ദാസന് ഉത്തരവാദിത്തം ഉള്ളൂ, അവകാശം ഉള്ളൂ. ഇവിടെ കർത്താവ് തരുന്ന ഒരു ഉദാഹരണം, മനുഷ്യർ എന്ന നിലയിൽ അവർ തങ്ങളുടെ സഹായത്തിനായി ദാസരെ ആക്കിയിട്ടുണ്ട്, വിവിധ ജോലിയുടെ നിർവഹണത്തിന് വേണ്ടി. ആർക്കും സ്വയം പര്യാപ്തരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല. ശൈശവം മുതൽ മരണം വരെ പരസഹായം ആവശ്യമുള്ളവരാണ് നാം. അങ്ങനെയുള്ള ജീവിതത്തിൽ അന്യോന്യം ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഉപജീവനം കഴിയുവാൻ വേണ്ടി എല്ലാവരും അന്യോന്യം ശുശ്രൂഷ ചെയ്യുന്നതിന് കൂലി കൊടുക്കുന്നു, നന്ദി പറയുന്നു, കടപ്പാട് പ്രകടിപ്പിക്കുന്നു. ഇവിടെ കർത്താവ് വയലിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദാസൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ഒരു ദാസനുണ്ടെങ്കിൽ, വയലിൽ ഒഴുകുകയോ സഹായിക്കുകയോ ചെയ്യുന്ന ദാസനുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെയാണ് അവനോട് പെരുമാറുന്നത്? അവൻ വയലിൽ നിന്ന് പണി കഴിഞ്ഞ് വരുമ്പോൾ നീ ഒന്ന് ചോറുണ്ണ, അല്ലെ നീ ക്ഷീണിച്ചല്ലേ, വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമോ? സാധാരണ മനുഷ്യൻ പറയുന്നത്, നീ പോയി യജമാനന് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കുക. യജമാനന് ഭക്ഷണം ഉണ്ടാക്കി അരകെട്ടി ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞ ശേഷം പിന്നെ യജമാനന് നിറഞ്ഞ തൃപ്തിയായ ശേഷം പിന്നെ നീയും തിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറയും. നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു സത്യമത്രേ ഇത്. നമ്മുടെ യജമാനൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സൽപ്രവൃത്തികളാണ്.
ആ സൽപ്രവൃത്തി ചെയ്യുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അതിനുശേഷമാണ്, നാം ചെയ്ത് തീർന്ന ശേഷമാണ് അനുഗ്രഹം നമുക്ക് പ്രതീക്ഷിക്കുവാനുള്ളത്. നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒത്തവണ്ണം നമുക്ക് പകരം ലഭിക്കുന്നു. നാം എന്ത് പ്രവൃത്തി ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് പകരം നമുക്ക് നൽകുന്നു. നമ്മൾ അളക്കുന്ന അളവിനാൽ നമുക്കും അളന്ന് കിട്ടും. ഇവിടെ വയലിൽ വേല ചെയ്യുന്ന ദാസൻ വയലിലെ വേല കഴിഞ്ഞ് ക്ഷീണിച്ച് ഭവനത്തിലേക്ക് വരുമ്പോൾ അവനോട് യജമാനൻ പറയുന്നത്, നീ ഭക്ഷണം അത്താഴം ഒരുക്ക്, അര കെട്ടി യജമാനന് ശുശ്രൂഷ ചെയ്ത് യജമാനൻ ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ വരുന്നത് നീയും കഴിച്ചു കൊള്ളുക. ദൈവം മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആ പ്രതീക്ഷ, നമ്മുടെ പ്രതികരണം ഇതുപോലെയാണ്. ദൈവം നമുക്ക് വിഭവശേഷികളൊക്കെയും, പ്രവർത്തനത്തിനുള്ള വിഭവശേഷികളൊക്കെയും ഒരുക്കി തന്നിട്ടുണ്ട്. ആ പ്രവൃത്തി നമ്മൾ പൂർത്തീകരിച്ച ശേഷം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി യാചിക്കുക. പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, സഭയെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ തലയാകുന്ന ക്രിസ്തുവും നാം ഓരോരുത്തരും അവയവങ്ങളുമാണ്. നാം തമ്മിലുള്ള ബന്ധത്തിൽ, പരസ്പര ബന്ധത്തിൽ നാം ചെയ്തു തീർക്കേണ്ട ശുശ്രൂഷകൾ ഒക്കെയും തികച്ച ശേഷം, അതിനുശേഷം നാം നമ്മുടെ അനുഗ്രഹത്തിനായി ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുവാനാണ് പറഞ്ഞത്. ഞാൻ കൈയല്ലാത്തത് കൊണ്ട് കാലിൻ്റെ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് പറയുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. അല്ല, ഞാൻ കൈയല്ലാത്തത് കൊണ്ട് കാല് ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. ശരീരത്തിലെ ഓരോ രോമം പോലും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. നമ്മുടെ തലയിലെ തലമുടി പോലും എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൈവം. അതിന് അതിൻ്റേതായ സ്ഥാനം ശരീരത്തിലുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ബലവാന്മാരും ബലഹീനരുമുണ്ട്. എല്ലാവരും ദൈവത്തിന് വിലപ്പെട്ടവരാണ്. തമ്മിൽ ഭാരങ്ങൾ വഹിക്കുന്നതിൽ കൂടെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം തികച്ച ശേഷം ദൈവ അനുഗ്രഹത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലാം. 10-ാം വാക്യം നമ്മളേതാണ് ഓർപ്പിക്കുന്നത്. നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും ചെയ്ത ശേഷം നിങ്ങൾ എന്താണ് പറയുവാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് അവകാശപ്പെടാനുള്ളത്? 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനം ഇല്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവേൻ. കർത്താവ് പഠിപ്പിച്ചു തന്നിരിക്കുക. ഫലപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ, ഈ ലോകത്തിൽ ജീവിക്കുവാൻ നിങ്ങളോടുള്ള മനോഭാവം എന്തായിരിക്കണം? ദൈവം കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം നിങ്ങൾ പറയണം, ഞങ്ങൾ പ്രയോജനം ഇല്ലാത്ത ദാസന്മാർ. നമ്മളെക്കുറിച്ച് തന്നെ അമിതമായി പ്രശംസിക്കാതിരിക്കുക. ഞാൻ ചെയ്തത് ദൈവസന്നിധിയിലത് പോരാ, വേണ്ടുവണ്ണം ഞാൻ ചെയ്തിട്ടില്ല, ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പ്രയോജനമില്ലാത്ത ദാസന്മാർ. ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞ് ഒന്നും ഞാൻ ചെയ്തിട്ടുള്ള, കടമകൾ നിർവഹിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ എന്താ അനുഗ്രഹമാണ് ചോദിക്കേണ്ടത്? എനിക്ക് ലഭിക്കേണ്ട കൂലി
അത് ന്യായമായി ലഭിക്കേണ്ട കൂലി. അത് മാത്രമല്ലേ എനിക്ക് പ്രതീക്ഷിക്കാനൊക്കെ ഉള്ളൂ. ന്യായമായി ലഭിക്കേണ്ട കൂലി എന്താണ്? ഉന്മാനവും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. മരുഭൂമിയിൽ മന്ന അളവില്ലാതെ വർഷിപ്പിച്ചു. പക്ഷേ ഓരോരുത്തരും അവനവന് അന്നന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രം പെറുക്കിയെടുക്കുവാൻ അധികാരവും അവകാശവും കൊടുത്തു. പിറ്റേ ദിവസത്തേക്ക് പെറുക്കിയെടുക്കുവാൻ അവകാശം കൊടുത്തില്ല, അഥവാ കൽപ്പന ലംഘിച്ച് അത് പെറുക്കി കൂട്ടിയെങ്കിൽ അത് ക്രമിച്ച് നശിച്ചു പോകുന്നു. അന്നന്നത്തെ ജീവിതം ദൈവഭയത്തിൽ ക്രമപ്പെടുത്തുക. ഓരോ ദിവസത്തിനും അന്നന്നത്തെ ഭാരം മതി. നാളെയെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട. ദൈവം നാളേക്ക് വേണ്ടി കരുതിക്കൊള്ളും. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് തന്നെ പറയുവാനുള്ള ഒരേ ഒരു ഉത്തരം, ദൈവസന്നിധിയെ ബോധിപ്പിക്കാനുള്ള ഒരേ ഒരു കാര്യം, ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ. ഞാൻ ചെയ്യേണ്ടത് മാത്രമാണ് ചെയ്തത്. അത് തന്നെ മുഴുവൻ ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. ശത്രുവിനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ശപിക്കാതെ അവരെ അനുഗ്രഹിക്കുക. നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. നിന്നെ ഒരു ചെകിട്ടത്ത് അടിക്കുന്നവനെ മറ്റേതും കാണിച്ചു കൊടുക്കുക. എന്നിങ്ങനെ നിരവധിയായുള്ള കൽപ്പനകൾ ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവയൊക്കെയും നിവർത്തിച്ച ശേഷം മാത്രമാണ് നിൻ്റെ ആവശ്യങ്ങൾ ദാസൻ അതിനുശേഷം തിന്നു കുടിക്കുവാൻ പോയതുപോലെ. ഈ ദൈവകൽപ്പനകൾ ഒക്കെയും നിവർത്തിച്ച ശേഷം മാത്രം സ്വന്തം ജീവിത സുഖ സൗകര്യങ്ങൾ തേടുവാൻ, സ്വന്തം അനുഗ്രഹങ്ങൾ തേടുവാൻ മനുഷ്യനെ ദൈവം അനുവദിക്കുന്നുള്ളൂ. ദൈവസന്നിധിയിൽ നമുക്ക് തന്നെ ശോധന ചെയ്യാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ശോധന ചെയ്യണം. ഈ പുതിയ ദിവസം നമ്മെ പുതുക്കി പണിയണമേ, പുതിയ സൃഷ്ടിയാക്കണമേ. ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്ന ഒരു സൃഷ്ടിയാക്കി തീർക്കണമേ. അഥവാ ഞാൻ വീണു പോയാൽ പാപബോധം എനിക്ക് തന്ന എന്നെ പുതുതാക്കി സൃഷ്ടിക്കണമേ, മെനയണമേ, പണിയണമേ. സ്വർഗരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്നതായൊരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവേ സകല സത്യത്തിലും എന്നെ വഴി നടത്തണമേ എന്ന് വ്യക്തിഗതമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതിയ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കാർക്കും ഞാൻ വലിയ ആളാണ്, ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് അവകാശപ്പെടുവാനുള്ള ഒരു സാധ്യതയും കർത്താവ് കാണിച്ചു തരുന്നില്ല. ഞാൻ പ്രയോജനം ഇല്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടത് മാത്രം ഞാൻ ചെയ്തു. അതെൻ്റെ കടമയാണ്. കടമ ചെയ്യുന്നത് ആർക്കും പ്രശംസിക്കുവാൻ കഴിയുകയില്ല. കടമയിൽ വീഴ്ച വരുമ്പോൾ പശ്ചാത്താപത്തിൻ്റെ ആത്മാവിനെ എനിക്ക് തരയണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോടെ കൂടുതൽ അടുത്ത് ജീവിക്കുവാൻ, മാനസാന്തരപ്പെടുന്ന പാപിയെ, തെറ്റിപ്പോയ ആടിനെ തോളിൽ കയറ്റി കൊണ്ടുപോകുന്നത് പോലെ എന്നെ ഈ ലോകയാത്രയിൽ വഹിച്ചുകൊള്ളണമേ, എന്നെ താങ്ങി നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തെ പുനഃസമർപ്പിക്കാം.